ഇന്ത്യയുടെ സോൾ, ആത്മാവ്, IAS അങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഭയങ്കര പഞ്ച് കൊടുത്തുകൊണ്ടാണ് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രഞ്ജിയേട്ടൻ ഒരു വലിയ ഡയലോഗ് അടിച്ചപ്പോൾ കേരളക്കാരെ ആകെ അത് സ്വീകരിച്ചു, അത് കരഘോഷത്തോടുകൂടി സ്വീകരിച്ചു. ഇപ്പോഴായാലും അത് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഞങ്ങൾ കോമൺ ആയിട്ട് തമാശയായിട്ടായാലും അതുപോലെ തന്നെ സീരിയസ് ആയിട്ടായാലും യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള വെച്ചാലേ, ഇത് എന്തുട്ട് ഈ സെൻസും സെൻസിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും? ഏത് നടനും മോഹിച്ചു പോവും ഇങ്ങനൊരു തിരക്കഥാകൃത്തിനെ. ഏത് തിരക്കഥാകൃത്തും മോഹിച്ചു പോകും ഇങ്ങനെ ഒരു നടനെ. ഒരു തിരക്കഥാകൃത്തിൻ്റെ ഡിലൈറ്റാണ് നമ്മൾ എഴുതി വെക്കുന്നതിൻ്റെ 1000 മടങ്ങ് ധ്വനികളോടുകൂടി അത് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ശബ്ദം. ഇതാ സെൻസും സെൻസിബിലിറ്റിയും ഒക്കെ ഈ പറഞ്ഞ പോലെ ഇതൊന്നും വേർതിരിച്ച് പറയാൻ പറ്റില്ല. സെൻസ് നമ്മുടെ ബോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണിതെല്ലാം. തിരിച്ചറിവിൻ്റെ കാര്യമാണ്, ബോധത്തിൻ്റെ കാര്യമാണ്, വിവേചനത്തിൻ്റെ കാര്യമാണ്. അത് ബാലൻസ് ചെയ്യാനുള്ള നമ്മുടെ മനസ്സിൻ്റെ ഒരു ത്രാണി, ഇതെല്ലാമാണ് സെൻസും സെൻസിറ്റിവിറ്റിയും സെൻസിബിലിറ്റിയും. ഈ പറഞ്ഞതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. മക്കൾക്ക് ഒരു നേരം വയറു നിറയ്ക്കാൻ സ്വന്തം ഗർഭപാത്രം വരെ വിൽക്കേണ്ടി വരുന്ന അമ്മമാരുടെ ഇന്ത്യ തന്നെയാണ് ഇന്നും. അത് തിരിച്ചറിയാൻ നമുക്കുണ്ടാവേണ്ടത് സെൻസും സെൻസിറ്റിവിറ്റിയും സെൻസിബിലിറ്റിയും തന്നെയാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് വേറെ അർത്ഥങ്ങളൊന്നും ഈ പറഞ്ഞതിനില്ല. ഈ പറഞ്ഞ അർത്ഥങ്ങളൊക്കെ ഇതിനുണ്ട് താൻ. അതാണ് സെൻസും. ഓക്കെ.